ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ വണ്ടിയുടെ മേജർ സർവീസിൻ്റെ ബില്ലാണ്. അപ്പോൾ ഈ ഒരു മേജർ സർവീസ് എപ്പോൾ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, പിന്നെ ഇതിൻ്റെയായ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കായ കോസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. എനിക്ക് ഈ ഒരു കോസ്റ്റ് മൊത്തം ഇൻക്ലൂഡിങ് ലേബർ ആൻഡ് സ്പെയർ പാർട്സ് എല്ലാം കൂടി ഈ ഒരു മേജർ സർവീസിന് 16,679 രൂപ എനിക്ക് കോസ്റ്റ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെയൊക്കെ ആയി എനിക്ക് മൊത്തം ഒരു 12K അടുപ്പിച്ചായിട്ടുണ്ട്. കുറച്ച് ലെയ്ത്ത് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാർബൺ പിന്നെ സ്പാർബിളൊക്കെ മാറിയൊന്നും ഇതിൽ കൊടുത്തില്ല, ഞാൻ പിന്നെ സെപ്പറേറ്റ് ആണ് ചെയ്തത്. കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ആയതുകൊണ്ട് അപ്പോൾ മൊത്തം എനിക്കൊരു 12K അടുപ്പിച്ച് വണ്ടി പണിത് എല്ലാം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികൾക്കെല്ലാം ഒരു മേജർ സർവീസിന് ഒരു ടൈം പറയുന്നുണ്ട്. ഇപ്പോൾ ബജാജിൻ്റെ വണ്ടികളാണെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ ആയിരിക്കും പറയുന്നത്. KTMൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 അങ്ങോട്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മേജർ സർവീസ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് ആദ്യം പറയാം. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എനിക്ക് അറിയാൻ പറ്റും, ഒരു 50,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ വണ്ടിയുടെ ഏകദേശം പാർട്സ് സർവീസ് അല്ലാതെ ഡാമേജൊക്കെ ആയി തുടങ്ങും. ഞാൻ ഇതൊരു 45,000 കിലോമീറ്ററിലാണ് എൻ്റെ ഈ ക്ലച്ച് പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും ഹബ്ബും എല്ലാം മാറിയത്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ 2 ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ആ 1 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് തീരും. അതൊരു മേജർ സർവീസിൻ്റെ ടൈം ആയതുകൊണ്ടാണ് കമ്പനികൾ മുൻകൂട്ടി തീരുമാനിച്ചാണ് ഒരു ഫിക്സഡ് കിലോമീറ്റർ വെച്ചേക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി കാലത്തിൽ 50,000 കിലോമീറ്റർ. നമ്മുടെ വണ്ടി ഇനി എത്രമാത്രം മെയിൻറ്റെയിൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. എൻ്റെ വണ്ടിയുടെ കേസിന് എടുക്കണമെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ മെയിൻ്റനൻസ് ഒന്നും ഒട്ടും ലാഗാക്കി ഇടാറില്ല. പിന്നെ ഞാൻ തന്നെ പണിയുന്നുള്ള ഒരേ പ്രശ്നം ഈ വണ്ടിക്കുള്ളൂ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പണിയുന്നുണ്ട്, അല്ലാതെ എന്നെക്കൂടി പറ്റാത്ത പണികളൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 50,000 കിലോമീറ്റർ ഈ ക്ലച്ച് പ്ലേറ്റൊക്കെ മാറി ഒരു 50,000 കിലോമീറ്റർ എന്തിനോ ഞാൻ ഓയിൽ ചേഞ്ച് കൊണ്ടുവന്ന് അവർ പറഞ്ഞായിരുന്നു മേജർ സർവീസ് ചെയ്യുന്നോ ഇല്ലെന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു, എൻ്റെ വണ്ടി നല്ല നീറ്റും പക്കാ മെയിൻ്റെയിനില്ലേ, എന്ത് പ്രശ്നം വരാൻ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഓടിയതാണ്. ഒരു 52,000 കിലോമീറ്റർ കറക്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടി തുടങ്ങി. കറക്റ്റ് അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 52,100 ആയപ്പോഴത്തേക്ക് എൻ്റെ ടൈമിംഗ് ചെയ്യേണ്ട സ്ഥലം ചെറിയ നോയ്സ് വന്നായിരുന്നു. ഞാൻ പിന്നെ ഓടിയൊന്നുമില്ല, ഡയറക്റ്റ് ഷോറൂമിൽ കൊണ്ടുപോയി അയച്ചു നോക്കിയപ്പോൾ എൻ്റെ വാൽവ് ഗൈഡോ എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുകളിലോട്ട് ടൈമിംഗ് ചെയിൻ്റെ അവിടോട്ട് ഓയിൽ സർക്കുലേഷൻ ഒന്നും അങ്ങനെ എത്തുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ടൈമിംഗ് ചെയിൻ കംപ്ലയിൻ്റ് ആയി. ചെറിയ രീതിക്ക് അവിടെ ഇവിടെയൊക്കെ പണിയൊക്കെ കിട്ടി. ഞാൻ അത് വെച്ച് കുറേ കൂടെ ഓടിയിരുന്നെങ്കിൽ എഞ്ചിൻ്റെ ടൈമിങ്ങൊക്കെ തെറ്റി, വാൾവൊക്കെ വന്ന് പിസ്റ്റണിലൊക്കെ ഇടിച്ച് പിസ്റ്റണൊക്കെ ബെൻഡായി, സാധനമൊക്കെ പൊട്ടി. ആലോചിക്കാനായി ഒരുപാട് പൈസൻ്റെ ഇറങ്ങിയേനെ. നമ്മളെ വണ്ടി എന്തുമാത്രം മെയിൻ്റെയിൻ ആണെന്ന് പറഞ്ഞാലും ഒരു 50,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി ഇതെല്ലാം ഒരു പക്കാ സിങ്കിലും ടൈമിങ്ങിൻ്റെ ബേസിസിലാണ് പോകുന്നത്. ഇതിൽ മൊത്തം പാർട്ടിന് ഡാമേജ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിന് ഉണ്ടാകുന്ന ഡാമേജ് നമ്മുടെ വണ്ടിക്ക് നല്ല രീതിക്ക് അഫക്റ്റ് ആകും. കാരണം എല്ലാം ഒരു സിങ്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കിങ്ങിനെ മൊത്തത്തിൽ അങ്ങ് തകടം മറിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ആ ഒരു വാൽവ് ഗൈഡാണ് എനിക്ക് കംപ്ലയിൻറ്റ് തന്നത്. അപ്പോൾ ഞാൻ അതിന് ശേഷം ആലോചിച്ചത്, അന്ന് 50,000 കിലോമീറ്ററിൽ ഞാൻ എൻ്റെ വണ്ടി അയച്ച് ഫുള്ള് എഞ്ചിൻ റീസെറ്റൊക്കെ ചെയ്ത് ആ സർവീസ് ചെയ്തിരുന്നെങ്കിൽ അടിക്കുന്ന സമയത്ത് വാൽവ് ഗൈഡൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ അത് മാത്രം മാറി വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പാർട്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൂടെ മാറി വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു കോസ്റ്റ് ഈ ഒരു 12,000 രൂപയിലോട്ട് ഞാൻ ഒരിക്കലും എത്തില്ലായിരുന്നു. അപ്പോൾ ചിലവർക്ക് പറയത്തില്ല, ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ ആയിരിക്കും ഡാമേജ് ആവുന്നത്, ചിലവർക്ക് ഒരു പാർട്ട് ഡാമേജ് ആവാതെ ഓടുന്നവരും ഉണ്ട്. ഒരു 70-80 വെച്ച് പോലും എഞ്ചിൻ പണിയാത്തവരെ എനിക്കറിയാം. പക്ഷേ അതൊക്കെ ലക്കിൻ്റെ ബേസിസിലായിരിക്കും. ഞാൻ അന്നപ്പോൾ ചെറിയൊരു പൈസ ഇറക്കി അത് പണിതിരുന്നെങ്കിൽ എനിക്കൊരു 12,000 എന്തായാലും കോസ്റ്റ് വരില്ലായിരുന്നു. പിന്നെ ഈ ടൈമിംഗ് ചെയിൻ ഞാൻ അങ്ങനെ വെച്ച് തന്നെ ഓടിയിരുന്നെങ്കിൽ എനിക്ക് 10,000 എന്തായാലും പോയില്ല. ചിലപ്പോൾ എഞ്ചിൻ തന്നെ ഞാൻ മാറ്റി വെക്കേണ്ട ഒരു കേസ് വന്നേനെ. കേസൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലേബറാവും. അപ്പോൾ ഞാൻ ഇത് പണിതപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു 4,000 രൂപയ്ക്കകത്ത് ഈ ഒരു പണി നിർത്താമായിരുന്നു. ടൈമിംഗ് ചെയിൻ മാറി അത്യാവശ്യം അതിനുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇത്രയും 12K അടുപ്പിച്ച് ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എന്തായാലും എഞ്ചിൻ അയച്ചു. അപ്പോൾ അതിനകത്ത് വേറെ പാർട്സൊക്കെ തേയ്മാനൊക്കെ കാണും. പൂർണ്ണമായിട്ട് മാറിയിട്ടാലും ഞാൻ കുറച്ചൊക്കെ ഓടുമ്പോഴത്തേക്ക് അടുത്തടുത്ത പണി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ലേബർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അയച്ച് ചെയ്യാൻ നേരത്ത് ഒരു പ്രോപ്പർ മേജർ സർവീസ് ആയിട്ട് തന്നെ ചെയ്ത് ഇത്രയും പാർട്സും കാര്യങ്ങളൊക്കെ മാറി. അതാണ് എനിക്ക് ഇത്രയും റെസ്പോൺസ് വന്നത്. ഇനിയിപ്പോൾ ഒരു 50,000 കിലോമീറ്ററിലേക്ക് എനിക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിൽ കാർബണും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യുന്ന നല്ലതായിരിക്കും. എനിക്ക് വണ്ടി പണിയാൻ കൊടുത്തിട്ട് കിട്ടാൻ വേണ്ടി ഏകദേശം 1.5 ആഴ്ച അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇല്ലാതിരിക്കുന്നതിനെക്കാട്ടി വിഷമമാണ് വണ്ടി ഉണ്ടായിരുന്നിട്ട് കയ്യില്ലാതിരിക്കുന്നത്. അപ്പോൾ അത്രയും സമയം ഞാൻ സാധാരണ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി ഇവിടെ കാണും, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി വയ്ക്കുന്ന ഷെഡിൽ വണ്ടി കാണും, അവിടെ കാണും. അപ്പോൾ 1.5 ആഴ്ച ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി ഷെഡിലേക്ക് നോക്കുമ്പോൾ വണ്ടിയില്ലാത്ത എന്തോ ഒരു നല്ല വിഷമമുള്ള കാര്യമായിരുന്നു. പിന്നെ വണ്ടി ഉണ്ടായിട്ടില്ലായിരിക്കുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ട് കൊണ്ട് പോകാനൊന്നും പറ്റില്ല. എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ, വീട്ടിൽ വേറെ വണ്ടി കാണുന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കിട്ടിയതിന് ശേഷം ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കി ഓടാൻ നേരത്ത് എനിക്ക് പുതിയൊരു വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് ഫീൽ ആയത്. കാരണം വണ്ടി എന്തോ എൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ, കാരണം ആ ഒരു സർവീസിങ് കാണിച്ച് ചെയ്ത വണ്ടിയുടെ പവറൊക്കെ നല്ല രീതിക്ക് കൂടിയായിരുന്നു. എനിക്ക് ആ ഒരു 2 ദിവസത്തേക്ക് മാത്രമേ ഫീൽ ചെയ്തുള്ളെങ്കിലും വണ്ടി ആ ഷോറൂമിൽ നിന്ന് ഞാൻ സാധാ രീതിയിൽ കൈയെടുത്തിറക്കിയപ്പോൾ എൻ്റെ വണ്ടി കയ്യിൽ നിൽക്കാത്ത രീതിയിൽ തോന്നി. തോട്ടൽ റെസ്പോൺസൊക്കെ കൂടി കാരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് എനിക്ക് വലിയ രീതിക്ക് കൈയെടുത്ത് ഓടാൻ പറ്റില്ല, കാരണം എഞ്ചിനൊന്ന് പണിതിറക്കിയുള്ളൂ. പിന്നെ എഞ്ചിനൊക്കെ നമ്മൾ പുതിയ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതേ രീതി തന്നെ മെയിൻ ചെയ്യണം. ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ ആ ഒരു ഇങ്ങനെ മാറിയതിന് ശേഷം ഞാൻ ഒരു 1000 കിലോമീറ്റർ അടുപ്പിച്ച് എനിക്കൊരു ലോ RPM വണ്ടി ഓടിക്കാനായിരുന്നു. കാരണം പുതിയ എഞ്ചിൻ സെറ്റായിട്ട് എല്ലാ എഞ്ചിനും ഒരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ട്. നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്തും അവരത്
പറയും. കറക്റ്റ് ഇപ്പോൾ ഇത്ര കിലോമീറ്റർ ഇത്ര RPM ഓടണം, ഇത്ര സ്പീഡ് കൂടുതൽ കയറരുത്, അതൊക്കെ അവർ പറഞ്ഞു തരും. നമ്മുടെ പാർട്സൊക്കെ എന്തുമാത്രം വെൽ മെഷീൻഡും മെയ്ഡും ആണെങ്കിലും അതിൽ ചെറിയ രീതികൾ ഇംപെർഫെക്ഷൻസ് കൊണ്ട് അത് വണ്ടി ഒന്ന് റണ്ണിങ് പീരീഡിൽ ഒന്ന് ഓടി സ്മൂത്തായി കറക്റ്റ് ഇതെല്ലാം സെറ്റാകുന്നവർക്ക് നമ്മൾ ടൈം കൊടുക്കണം. ആദ്യമേ എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞ് ഓടുന്ന എഞ്ചിനൊന്നും അത്ര റിലയബിൾ ആയിരിക്കില്ല. അപ്പോൾ മര്യാദയ്ക്ക് ഓടി ഒന്ന് സെറ്റായെടുത്ത എഞ്ചിൻ നമുക്ക് നല്ല രീതിക്ക് റിലയബിലിറ്റിയും ലൈഫും നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 500 കിലോമീറ്റേഴ്സിൽ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2000 ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ള RPMൽ ഇഷ്ടമുള്ള രീതിയിൽ ഓടിക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് മൈലേജ് കുറച്ച് ഡ്രോപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ 2 സർവീസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പഴയൊരു മൈലേജും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയത്. പിന്നെ എനിക്ക് അടുത്ത സർവീസുകൾ 5000 കിലോമീറ്റർ കൂടുമ്പോഴേ ഉള്ളൂ. പിന്നെ എന്തായാലും വണ്ടി 1,00,000 കിലോമീറ്റർ അടുപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ ആ സർവീസ് നേരത്തെ എന്തായാലും ചെയ്യും. എനിക്ക് എന്തായാലും ഒരുപാട് പൈസ ഇറങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ഈ മാച്ച് സർവീസൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും വണ്ടിക്ക് നല്ലതാണ്. പിന്നെ എല്ലാ ലക്കിൻ്റെ ബേസിസിലാണ്. ചിലവരത് ചെയ്യാതെയും 1,00,000 ഒക്കെ അടിക്കുന്നവന്മാരൊക്കെ ഉണ്ട്. പണി കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, ഒറ്റയടിക്ക് കുറേ ഫണ്ടങ്ങി ഇറങ്ങും. പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഓടായിരിക്കുക മാക്സിമം. പെട്ടെന്ന് തന്നെ കൊണ്ട് കൊടുക്കാൻ നോക്കണം. ഇപ്പോൾ ടൈം എഞ്ചിൻ്റെ കേസിലായാലും പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ നോക്കണം. ഒരുപാട് നാൾ അതൊന്നും വെച്ചിട്ട് ഓടാൻ വേണ്ടി ഒരിക്കലും നോക്കരുത്. ഇല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ട് കൊടുത്തിട്ട് പണിയാനെങ്കിലും പറയണം. പൈസ പിന്നെ കിട്ടി പോയി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കൂടെ എന്നെ കമൻസ് കൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചുമ്മാ കണ്ടിട്ട് പോകാതെ ആ ലൈക്കും അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.